ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കും. എവിടെ ഔസേപ്പേ പണി? ചെട്ടിയാരെവിടെ? ഓ, നമ്മുടെ ചെട്ടിയാരുടെ വീട്ടിൽ. അതെ അച്ഛൻ. എന്നാൽ ശരി, കാണാം. ഓ ആയിക്കോട്ടെ. നമുക്കേ ഔസേപ്പിൻ്റെ വീട്ടിലോട്ടൊന്ന് കയറിയേക്കാം. ഓ ആയിക്കോട്ടെ. ആ, എന്നാ മോനെ ചായ കുടിച്ചിട്ട് പോയി കുടിക്കും. ദേമേ കൊച്ചച്ഛൻ ഇങ്ങോട്ടാട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അന്നമ്മോ എവിടെയാ? 1-2 ദിവസമായല്ലോ പള്ളി കണ്ടിട്ട്. ഒക്കെ പറയാച്ചോ, വാ കയറി വന്നാട്ടെ. പാടോ, എന്തുണ്ട് മോനെ വിശേഷം? അച്ഛോ, സാറയ്ക്ക് വയ്യായിരിക്കായിരുന്നു. വന്നാട്ടെ അച്ഛോ. എഡ്വിനെ പള്ളിയിലും കാണുന്നില്ല, സൺഡേ സ്കൂളിലും കാണുന്നില്ല. കുഴപ്പമല്ലേ? ഇവിടോട്ട് ഇരിയച്ചാ. കപ്പിയാർ അങ്ങോട്ട് ഇരുന്നാ. ഓ, അതുകൊണ്ടാണ് അന്നാമ്മ ഇപ്പം പള്ളിയിലേക്ക് കാണാത്തതല്ലേ? അതുകൊണ്ടാണ് അച്ഛാ 2 ദിവസമായിട്ട് പള്ളിയിലോട്ട് വരാൻ പറ്റുന്നില്ല. ചായ. സാറയ്ക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. സ്ഥിരം ഒരേ ഡോക്ടറെ തന്നെയല്ലേ കാണിക്കുന്നത്? ഓ എഡ്വിൻ, സൺഡേ സ്കൂൾ മറക്കണ്ട, വരണം കേട്ടോ. വരാച്ചോ. ഉഴപ്പരുത്. അച്ചോ, നമുക്ക് പോയാലോ? എഡ്വിനെ വിടാൻ മറക്കണ്ട കേട്ടോ. ശരി അച്ഛോ. ശരി, വരണം കേട്ടോ. അമ്മച്ചി, ഞാൻ കൊച്ചിന്റെ പള്ളി പോയിക്കോട്ടെ? പോയിക്കോ മോനെ. ഔസേപ്പേട്ടോ, മോന്റെ ആദ്യ കുർബാന എന്തായി? അടുത്ത മാസം നടത്താമെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. അതിപ്പോ കാര്യമായിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ. അത് പറയാനുണ്ടോ? ഇടവക്കാരെല്ലാം വിളിച്ചുകൂടി നല്ല ഗംഭീരമായിട്ട് നടത്താനായിരിക്കും. അച്ഛനെല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഔസേപ്പേട്ടോ, ആ കുട്ടപ്പൻ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു. എന്തോ കച്ചവടത്തിന്റെ പരിപാടിയാണ്. എന്തോ? ഔസേപ്പേ, എവിടായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ പോയായിരുന്നല്ലോ. പണിയൊക്കെ എങ്ങനെ പോകുന്നടാ? പണിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ വന്ന കാര്യം പറ. എടാ, അതെ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? എന്തോ? നമ്മൾ ഇട്ടിച്ച മുതലാളി നാട്ടിൽ വന്നിട്ടുണ്ട്. ഏത്? നമ്മുടെ ഇട്ടിച്ചനോ? എടാ, പിന്നെ മുതലാളി ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്. എന്താ കാര്യം? ഔസേപ്പേ തന്നെ അറിയാമല്ലോ, റബ്ബറിൻ്റെ വില കുറവാണെന്ന്. നമ്മൾ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാലും അങ്ങാടിയിൽ കൊടുത്തെന്ന് പറഞ്ഞാലും ലാഭം ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇട്ടിച്ച മുതലാളി പറഞ്ഞിട്ടുണ്ട് റബ്ബർ എക്സ്പോർട്ടിൽ താല്പര്യമുണ്ടെന്ന്. ഇന്നലെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഔസേപ്പ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ റബ്ബർ ഷീറ്റ് അല്ല ഇട്ടിച്ച മുതലാളി ഒറ്റ വിലയ്ക്ക് എടുത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ വില ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുകയും ചെയ്യും. എന്താ, ഒന്ന് ഉറപ്പിക്കട്ടെ. ചേട്ടാ, അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ മാതിരി കച്ചവടമായിട്ട് വീട്ടിലേക്ക് വരണ്ടാകും. അന്നെൻ്റെ വീടും പറമ്പുമായിരുന്നല്ലോ. ഇതിപ്പോൾ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കാര്യം ശരിയാണ്, എനിക്ക് കിട്ടുന്ന വില കുറവാണ്. പക്ഷേ എനിക്ക് ആ കച്ചവടം വേണ്ട. അങ്ങാടിയിലെ പപ്പേട്ടനുമായി പണ്ട് തൊട്ടുള്ളൊരു ബന്ധമാണ്. ഇനി വില അല്പം കുറവാണെങ്കിൽ ഷീറ്റെല്ലാം ഞാൻ അവിടെ തന്നെ കൊടുക്കും. പപ്പേട്ടൻ്റെ കാര്യം അറിയാലോ, പിള്ളേരെല്ലാം ഇട്ടേച്ച് പോയി. എങ്കിലും അന്നാമ്മച്ചടുത്ത് നന്നായിട്ടാണ് നോക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കച്ചവടം കൊണ്ട് അവർ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വേറൊന്നും തോന്നരുത്. ഇപ്പം പോകുന്ന പോലെ നമുക്ക് പോട്ടെ. അതിന് കുട്ടപ്പച്ചേട്ട ഇതിനെ കണ്ണൂരിട്ടി പിടിപ്പിക്കും. കച്ചവടം വേണ്ടെന്ന് ഔസേപ്പേട്ട പറഞ്ഞല്ലേ, ഇനി പോവാലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മറക്കാതെ എല്ലാ ദിവസവും സൺഡേ സ്കൂളിൽ വരണം കേട്ടോ. നല്ലോണം പഠിക്കണം. പറഞ്ഞു കേട്ടല്ലോ. ശരി അച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ.
മോനെ അപ്പച്ചനും അമ്മയ്ക്ക് സ്തുതി കൊടുത്തി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മോനെ രാത്രിയിൽ നീ ഇപ്പൊ എവിടെ പോകും? ദേ ഞാൻ ബുക്കും കൊണ്ട് ഉമ്മറത്തുണ്ട്. സാറാ ഞങ്ങൾ വെളിയിൽ കാണുവേ. ഞാൻ മോൻ്റെ അടുത്തുണ്ട് കേട്ടോ. നീ എന്തോ നീ കാണിക്കുന്നേ മോനെ? ഇതെന്തോ കുത്തി വരയ്ക്കുന്നേ? നമുക്ക് നല്ലൊരു പടം വരയ്ക്കാം മോനെ, വരയ്ക്കാം. നീ ഏയ് വേണ്ട, ഈ കളർ വേണ്ട. നല്ല കളർ ഏയ് മോനെ. എനിക്ക് ആ കളർ ഇഷ്ടല്ല, ഇത് മതി. എന്ന് അതെടുത്ത് വെച്ച് വരയ്ക്കേട്ടോ. നല്ല പടം, നല്ല പടം വരയ്ക്കണേ. രണ്ടാളിരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണോ? അമ്മച്ചി അത്താഴം റെഡി ആയിട്ടുണ്ട് കേട്ടോ, വന്ന് കഴിക്ക്. ആ വരുമോ മോളെ? ഡാ ഡാ വന്ന് കഴിക്കാൻ നോക്ക്, കളി മതിയാക്ക്. മോനെ അമ്മ വിളിക്കുന്നു, വാ നമുക്ക് കഴിക്കാൻ പോ. വാ പോ. വേണ്ട ഞാൻ വെക്കാം. ആ ഞാൻ കൊണ്ടുപോവാം. ആ എനിക്ക് ഇഷ്ടം. അച്ചാറ് മതി കേട്ടോ. ഇത്തിരി ഉപ്പിട്. ആ തരാം. കുറച്ചിട്ട് കുറച്ച് മതി. ആ മതി. എന്നാമേ എന്നാ. ഉപ്പധികം കഴിക്കണ്ട, കൂടുതലായാലേ പ്രശ്ന. കുറച്ച് കുടിച്ചാൽ മതി. അമ്മച്ചി ഇച്ചിരി ഇഞ്ചി എടുക്കട്ടെ. കുറച്ചിട്ടാ മതി മോളെ. ഇഞ്ചിയാ? അതെന്തോ? ആ മതി മതി. എനിക്കും കുറച്ച്. ആ മതി മതി. അവന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച്. എടാ മോനെ കളയാതെ കഴിക്കും. ഇച്ചായ ആ പണിക്ക് കൊണ്ടുപോകുന്ന കൂടെയല്ലേ ഒരു കുപ്പി ഉണ്ടല്ലോ, അതെടുക്കല്ലേ? ഉഗ്രം വിഷ, നമ്മുടെ റബ്ബറിനടിക്കാനുള്ള മരുന്നാ. ചെറുക്കനൊക്കെ ഉള്ളതാ, എടുത്ത് മാറ്റി വെച്ചേക്കണേ. ഞാൻ എടുക്കത്തൊന്നുമില്ല. കഞ്ഞി എടുക്കട്ടെ കുറച്ച്. നാളെ എനിക്ക് പണിയുണ്ടോടാ? ആ ഉണ്ടമ്മ. ഇച്ചിരി വെള്ളം. നാളെ ഒരു പുതിയ വീട്ടില. ഡാ വെള്ളം കുടിക്കാതെ കഴിച്ചേ. ഇന്ന് അച്ചാറുകൊണ്ട് കളിപ്പിച്ച്, നാളെ ബിരിയാണി വേണം ആ അല്ലേ? നാളെ ഉറപ്പായിട്ട് വാങ്ങിച്ചു തരും. കുഴപ്പമില്ലല്ലോ. ഇച്ചായന് നാളെ പണിയുണ്ടോ? ചെട്ടിയാരുടെ വീട്ടിലെ പണി കഴിഞ്ഞു, നാളെ പുതിയ പണി തുടങ്ങും. നീ നമ്മുടെ കപ്പേരെ കണ്ടായിരുന്നു? ഇല്ലടാ. എന്താ? പള്ളിക്ക് പുതിയൊരു ഫുട്ബോൾ ടീം ആണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഏർപ്പാടാ. അന്വേഷിച്ചപ്പോൾ കപ്പേര് നമ്മുടെ കാര്യം പറഞ്ഞു. അങ്ങനെ കപ്പേര് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. നിന്നെ ക്യാപ്റ്റനാക്കാനാ തീരുമാനം. എന്നെയോ? ആ നീയല്ലേ നമ്മുടെ കൂട്ടി നല്ലോണം കളിക്കുന്നത്. നീ സമയത്ത് നമുക്ക് പുതിയൊരു ടീമാണ്, പുതിയ ജേഴ്സി, ഷൂസ്, അടിപൊളിയായിരിക്കും. ആടാ, കേട്ടിട്ടൊക്കെ നല്ല രസമുണ്ട്. എന്നാലും ഒരെന്നാലും ഇല്ല, നീ കളി കഴിഞ്ഞിട്ട് ആ കപ്പേരെ ചെന്ന് ആ ഔസേപ്പ് എന്തിയേ? ആ അവൻ രാവിലെ പോയി കാണും. നിങ്ങളെങ്ങോട്ടാ? പ്രസിഡന്റിന്റെ വീട്ടിലോട്ടാ. ആ ആ പള്ളി പോകണ്ടമ്മേ. എന്താ മോനെ? എനിക്ക് പള്ളി പോകാൻ ഇഷ്ടല്ല. ആ സാറാ ഔസേപ്പ് പോയോ? ആ പോയി അമ്മച്ചി. മോനെ കരച്ചിൽ നിർത്തി. മോന് പള്ളി പോവാൻ മടിയായിട്ടല്ലേ പോവാത്തെ? നീ കരച്ചിൽ നിർത്തിയ അമ്മ കഴിക്കാൻ എടുത്തു തരാം. വാ മോൻ കരയാതെ. സാറാ റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കണം. ശരി.
ഔസപ്പേ ഇങ്ങോട്ടാ? ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ, സാറുടെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഞാൻ ആ വഴിക്കാം, കയറും. സാറയ്ക്ക് കുറവൊന്നുമില്ല? ഇല്ല ചോ, കുറേ നാളായിട്ട് കുഴപ്പമൊന്നുമില്ലാതിരുന്നതാണ്. 2 ദിവസമായിട്ട് നല്ല തലവേദനയും ക്ഷീണം. നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നു? ആ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആ. ഡോക്ടർ ആൻസി. ആണോ? ആൻസി കുര്യൻ. അച്ചോ, പൈസയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പൈസയുടെ കാശിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം ശരി കേട്ടോ. അച്ചോ. ആ ശരി. അതെന്ത് പറ്റി? ആ ഇവളൊന്നും മിണ്ടുന്നില്ല. ആണോ? അല്ല, ഇയാൾക്ക് ഇതെന്ത് പറ്റി? നിങ്ങൾക്ക് വല്ല അറിയാവോ? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, പാവം. എടിയേ, എന്ത് പറ്റി? ഇപ്പോൾ താൻ ക്ലാസ്സിനൊന്നും വന്നു പോകുന്ന കാണുന്നില്ല. എന്ത് പറ്റി? എന്താണ് കപ്പിയാരെ എൻ്റെ വർത്താനം? ഈശോയ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഈ കൊച്ചിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് നാളായി ക്ലാസ്സിനൊന്നും വരുന്നില്ലേ ഉള്ളൂ. നിങ്ങളെ സൺഡേ സ്കൂളിലും കാണുന്നില്ല, പള്ളിക്കോറിലും കാണുന്നില്ല. എന്ത് പറ്റി? എന്താ കാര്യം? ഈ കൊച്ചിനൊരു കൗൺസിലിംഗ് വേണോ? എന്നാ ഈ വരുന്ന ഞായറാഴ്ച ആ. കുർബാന കഴിഞ്ഞ് പള്ളിമടയിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. പറയാം. ഇച്ചായ വെള്ളം ഒന്ന് ഇതാ കുടിക്കേ. ഇച്ചായ ഇവരെല്ലാം എവിടെ പോവോ? എല്ലാവരും കൂടെ അങ്ങോട്ടാ പോന്നെ? നമ്മുടെ ഗീവർഗീസിന്റെ മോളെ വിഷം കഴിച്ചത്. അയ്യോ, ഞാൻ അങ്ങോട്ടൊന്ന് പോവാം. നമ്മുടെ കിഴക്കലെ ഗീവറീസ് അല്ലേ? ആ അത് തന്നെ. ഇച്ചായ നമ്മളും കൂടി വരാം. വേണ്ട വേണ്ട വേണ്ട, പച്ച പോയിട്ട് വരും കേട്ടോ. പോയിട്ട് വരും. എന്നാലും രേഷ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ആ കൊച്ചിന്റെ വിധി, അല്ലാണ്ട് എന്താ പറയാ. എന്നാലും അവരുടെ ഒരു കാര്യേ, എത്ര നേർച്ചയും വഴിപാടും ചെയ്തിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായേ. കഷ്ടമായിപ്പോയി. എന്നാലും കുറച്ചും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അതെ അതെ, അല്ലേ, കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോ ഒന്നുകൂടി ഒന്ന് സൂക്ഷിക്കണ്ടേ? ആ അത് ശരിയാ. ഡാ, അത് മുഴുവനും തീർക്കരുത്, വൈകിട്ട് അത്താഴം കഴിക്കാനുള്ളതാ. ആ മോളെ, കാപ്പിക്ക് മധുരം കുറച്ചിട്ടാ മതി കേട്ടോ. ആ അവസ്ഥ നിനക്കൊന്നും പണിയില്ലായിരുന്നോ? ഓ, പണി ഇനി അടുത്ത ദിവസമുള്ളൂ. അതും നമ്മുടെ പള്ളിയിലാണ്. നിനക്ക് മധുരം ഇത് മതിയല്ലോ? ആ മതി.